നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ന്യൂസ് ചാനൽ, അതിന്റെ ഉടമയായിട്ടുള്ള മറുനാടൻ ഷാജൻ സ്കറിയ സാർ, അദ്ദേഹത്തെ തൊടുപുഴയിൽ വെച്ചുകൊണ്ട് ആക്രമിച്ചു കുറച്ച് ക്രിമിനൽ സംഘങ്ങൾ, 3ഓളം പേരുള്ള ക്രിമിനൽ സംഘങ്ങൾ എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു. നോക്കൂ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ തെരുവ് പട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ തെരുവ് പട്ടികൾ ഒറ്റയ്ക്ക് വന്നിട്ട് ആക്രമിക്കുന്നത് വളരെ കുറവാണ്. അവരെന്താണ്, ഒറ്റയ്ക്ക് പോകുന്ന ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ കുട്ടിയൊക്കെ ആണെങ്കിൽ, ആ കുട്ടിയൊക്കെ അല്ലെങ്കിൽ ഒരാളാണെങ്കിലും അവരെ വളഞ്ഞിട്ട് ഒരുപാട് എണ്ണം വന്നാണ് ആക്രമിക്കുക എന്നുള്ളത് നമ്മൾക്കറിയാം. അതായത് ഈ ക്രൂരന്മാർക്ക്, ഈ കൂട്ടക്കാർക്ക്, അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഏതെങ്കിലും ക്രൂരമായിട്ടുള്ള കൊലപാതകം നിങ്ങൾ നോക്കുക, അതല്ലെങ്കിൽ വേണ്ട ഇസ്ലാമിക ജിഹാദികളുടെ നോക്കുക. ഇവറ്റകൾക്കൊന്നും ഒറ്റയ്ക്ക് വന്നിട്ട് മുട്ടാനുള്ള കെൽപ്പില്ല, അണ്ടിയുറപ്പില്ല, അതല്ലെങ്കിൽ നട്ടല്ലില്ല. ഒറ്റ തന്തയ്ക്ക്, പല തന്തയ്ക്ക് പിറന്നത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ആ ഒരു കവർ ഇടാൻ മറന്നത് കൊണ്ട് ഉണ്ടായത്. എന്താണ് ആ കവർ എന്ന് ഞാൻ പറയണ്ടല്ലോ, മൂഡ്സ് ഇടാൻ മറന്നത് കൊണ്ട്, കോണ്ടം ഇടാൻ മറന്നു പോയത് കൊണ്ട്, അതല്ലെങ്കിൽ കോണ്ടം പൊട്ടി ഉണ്ടായതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ ഈ കൂട്ടം ചേർന്നുകൊണ്ട് ഒരാളെ ആക്രമിക്കുക. നമ്മൾക്കറിയാം, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മനുഷ്യൻ തൊടുപുഴയിൽ ഒരു കല്യാണത്തിന് പോയതായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഥാർ എന്ന് പറയുന്ന ഒരു വാഹനം കൊണ്ട് ഇടിച്ചപ്പോൾ അദ്ദേഹം എന്താണ്, സ്വാഭാവികമായിട്ടുള്ള ആക്സിഡന്റ് ആണ് എന്നുള്ള ധാരണയിൽ ആ പാവം, വയസ്സായിട്ടുണ്ട്, എന്തായാലും അദ്ദേഹത്തിന് 60 അടുത്താണ് പ്രായമെന്ന് എല്ലാവർക്കും അറിയാം. ആ വൃദ്ധാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്ന അദ്ദേഹത്തിന് ഗ്ലാസ് താത്തി ചോദിക്കുന്ന എന്താണ് നോക്കാൻ വേണ്ടി താത്തുമ്പോൾ അദ്ദേഹത്തിന് മൂക്കിടിച്ച് പരത്തുക, പല്ലിനൊക്കെ ഇടിച്ച് പൊളിക്കുക എന്നുള്ളതും, അതും 2-3 പേർ ചേർന്ന് ആ ഒരൊറ്റ മനുഷ്യനെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവന്റെയൊക്കെ ആ ഒരു ഭീരുത്വം ആലോചിച്ച് നോക്കും. ഇവനൊക്കെ എന്നിട്ട് ഉയർത്തുന്ന മുദ്രാവാക്യം എന്തെന്നറിയാമോ? സ്വാതന്ത്ര്യം, സോഷ്യലിസം, പിന്നെന്താണ്, ജനാധിപത്യം. അതായത് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചുകൊണ്ട് തെരുവിൽ ആക്രമിക്കുക, അതിന് കൂട്ടുനിൽക്കുന്ന ഭരണകൂടമായാലും ആ ഭരണകൂടത്തിന് കീഴിലുള്ള പോലീസ് സംവിധാനമായാലും ഈ ക്രിമിനലുകളെ തുറന്നു വിട്ടുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെ ജനമധ്യത്തിൽ വെച്ച് ആക്രമിക്കുക, എന്നിട്ട് അത് വലിയ വീരസ്യമാണെന്ന രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുക. നോക്കൂ, നാണവും മാനവും ഉളുപ്പും, പിന്നെ ഈ പറഞ്ഞ പോലെ കവറിടാൻ മറന്നപ്പോൾ ഈ കവറ് പൊട്ടിയുണ്ടായ അത്തരത്തിലുള്ള തന്തയാരെന്നറിയാതെ തെരുവ് പട്ടിക്ക് പോലും അവകാശം കൊടുക്കാത്ത രീതിയിൽ ഉണ്ടായിട്ടുള്ള, ഇത് കേരളമാണെന്ന പ്രഖ്യാപനത്തോടെ നടക്കുന്ന, പല തന്തയ്ക്ക് പിറന്നവന്മാർ ചെയ്യുന്ന ഈ കർമ്മത്തെ വലിയ വായിൽ പ്രചരിപ്പിക്കുന്ന അന്തം കമ്മികളോടും ജിഹാദികളോടും ഈ അന്തം കൊങ്ങികളോടും ഒക്കെ പറയാനുള്ളത്, എടോ, അദ്ദേഹം നട്ടലുള്ള തന്റേടമുള്ള ഒറ്റ തന്തയ്ക്ക് പിറന്ന മകനാണ്. നിന്റെയൊക്കെ പോലെ ഏതോ ഒരു തന്തയ്ക്ക് പിറന്ന്, ഏതാണ് ആ തന്ത എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ കരുതിയിരിക്കുന്നത് എന്തായിരിക്കും? മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങ് പരിപാടി നിർത്തിക്കൊണ്ട്, ഓൺലൈൻ ചാനലുകാരായാലും ആരായാലും നിർത്തി അങ്ങ് പോയിക്കോളും എന്നാ. മാത്രമല്ല, നിങ്ങൾ ധരിച്ചുകൊള്ളും, അദ്ദേഹത്തിനെ ഈ ആക്രമിച്ച നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. കാരണം അദ്ദേഹം പൂർവാധികം ശക്തിയോടെ വീണ്ടും ശക്തമായി തന്നെ ഈ രംഗത്തേക്ക് വരും. നമുക്കറിയാലോ, നിലമ്പൂരിൽ ഒരു കാക്കായി ഉണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോൾ ജിഹാദികളുടെ അമേദ്യം തിന്ന് ജിഹാദികളുടെ വോട്ട് നേടി നടക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിൽ ഉണ്ടായിരുന്ന കാക്ക. എന്താ മക്കളെ ആ കാക്കാന്റെ പേര്? നമ്മുടെ PV അമ്പുറാക്ക. ഈ അമ്പുറാക്കയുടെ അവസ്ഥ എന്തായിരുന്നു? ഈ അമ്പുറാക്ക മറുനാടൻ മലയാളി അതാക്കും മൂക്കുകൂടെ കയറ്റിയിട്ട് അവന്റെയൊക്കെ മലദ്വാറിലൂടെ അങ്ങോട്ട് പുറത്തു വിടുന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് പോകുന്നു, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അവന്റെ അണ്ണാക്കിലേക്ക് കയറാൻ അതിനേക്കാൾ നട്ടലുള്ള വലിപ്പമുള്ള ഒരാളായത് കൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോ അവന്റെ അവസ്ഥ എന്താണ്? ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത രീതിയിൽ ജിഹാദികളുടെ അമേദ്യം മാത്രം നക്കി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയില്ലേ? അപ്പോൾ ഈ പറയുന്ന PV അൻവർ എന്ന് പറയുന്ന അമ്പ്രാക്കാന്റെ അവസ്ഥ, ഈ പറയുന്ന വൃത്തികെട്ടവന്മാർ, ഇദ്ദേഹത്തെ ആക്രമിച്ച ആ വൃത്തികെട്ടവന്മാർക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു സാധു മനുഷ്യനെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ആശയം, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ പ്രവർത്തിക്കാനുള്ള മാധ്യമ പ്രവർത്തകർ. നോക്കൂ, ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണാണ്, ഈ 4ാമത്തെ തൂണാണ് മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ. ആ 4ാം തൂണിനെ ആക്രമിച്ച് ഈ നാടിന്റെ സ്ഥിരത അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ആണും പെണ്ണും കെട്ട, അതല്ലെങ്കിൽ പല തന്തമാർക്ക്, അതല്ലെങ്കിൽ തെരുവ് പട്ടിയുടെ ശുക്ലം പേറിയുണ്ടായ നിന്നെയൊക്കെ എന്ത് വെച്ചിട്ടാണോ അളക്കേണ്ടത്? നാണവും മാനവും ഉണ്ടോടാ നിനക്കൊക്കെ?
മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് ആ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്ന ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ടല്ലോ. നോക്കൂ, ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരു ഘടകം ഉണ്ടെന്നറിയാമോ? യൂട്യൂബർ ഷാജൻ സ്കറിയയെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നു. ഇവർക്കൊക്കെ അസൂയയാണ്. കാരണം ഷാജൻ സ്കറിയ സർ നടത്തുന്ന ആ ചാനലിന്റെ ആ ഒരു ജനവിശ്വാസം, അതല്ലെങ്കിൽ അത്ര കണ്ട് പ്രചാരണം ഒരിക്കലും മറ്റു മുഖ്യധാരാ മാധ്യമങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് സ്റ്റാഫുകളെയൊക്കെ നിർത്തി നടത്തുന്ന അവർക്കില്ല. കാരണം എന്താണ്? അവർ ജിഹാദികളുടെ ആ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കി, അതല്ലെങ്കിൽ അവൻ എറിഞ്ഞു കൊടുക്കുന്ന അമേധ്യമായാലും അത് സ്വാദോടുകൂടി ഭക്ഷിച്ച് അവൻ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് വാർത്ത വായിക്കുമ്പോൾ ഷാജൻ സ്കറിയയെ പോലെ, അതല്ലെങ്കിൽ നമ്മളെ പോലത്തെ ചെറിയ ചെറിയ ചാനലുകളായാലും വലിയ വലിയ ചാനലുകളായാലും ഇന്ന് ജനങ്ങൾക്ക് ജനോപകാരപ്രദമാവുന്ന രീതിയിൽ കൃത്യമായിട്ട് വാർത്തകൾ സത്യസന്ധമായി എത്തിക്കുമ്പോൾ അവർക്ക് നമ്മളെ കണ്ണിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് യൂട്യൂബർ ഷാജൻ സ്കറിയ എന്ന് മാത്രം എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളിലും കൊടുത്തത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിന്റെയൊക്കെ ആ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരത്തിനനുസരിച്ചല്ല ഇവിടെ വാർത്തകൾ ഞങ്ങൾ കൊടുക്കുക. നിനക്കൊക്കെ ജിഹാദികളും അന്തംകമ്മികളും കൊങ്ങികളും രാജ്യദ്രോഹികളും അതല്ലെങ്കിൽ രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന രാജ്യങ്ങളും അയച്ചു നൽകുന്ന നക്കാപ്പിച്ച അമേധ്യമുണ്ടല്ലോ, ആ അമേധ്യം ഭക്ഷിച്ച് നീയൊക്കെ നിന്റെ ഏതോ തന്തയെ തേടി നടക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുന്ന നട്ടെല്ലുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഞങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരാളെ നീയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ പരിപാടി നിർത്തി പൂട്ടിക്കെട്ടി പോകും ഞങ്ങളൊക്കെ എന്ന് ധരിക്കുന്ന നീ മനസ്സിലാക്കുക, നീയൊന്നും ആൺകുട്ടികളെ കണ്ടിട്ടില്ല. നോക്കൂ, ആ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആ വൃദ്ധൻ 60-50 മേലെ വയസ്സുള്ള ആ അത്ര കണ്ട ആരോഗ്യമൊന്നുമില്ല ആ മനുഷ്യനെ ആക്രമിക്കാൻ വരെ 3 എണ്ണം നിങ്ങൾ വേണ്ടി വന്നു. ശക്തമായി പറയട്ടെ, എന്നൊക്കെ ആയിരുന്ന ആ 3 അല്ലെങ്കിൽ 30 വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നിനെയെങ്കിലും ഞാൻ കൂട്ടത്തിൽ പിടിച്ചിട്ട് ബാക്കി എണ്ണത്തെ ഓടാൻ സമ്മതിക്കുള്ളൂ. ഇത് 3 എണ്ണം കൂടി ആ കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് അദ്ദേഹത്തിന്റെ മൂക്കിനും വായക്കുമൊക്കെ ഇടിച്ചുകൊണ്ട് ചോര വരുത്തി രക്തപങ്കിലമാക്കി എന്നൊക്കെ പറഞ്ഞ് തൊടുപുഴയിൽ ആൺകുട്ടികളുണ്ട്, ഡിവൈഎഫ്ഐക്കാരുണ്ട്, SFIക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, KSUക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ മോങ്ങുന്ന നീയൊക്കെ മനസ്സിലാക്കുക. എടാ, തന്തയ്ക്ക് പിറന്നവന്മാരാണെങ്കിൽ നേർക്ക് നേരെ ഒറ്റയ്ക്ക് മുട്ടലിടാം. സത്യം പറയട്ടെ, ഇന്ന് ഈ കേരളത്തിൽ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പുട്ടിന് പേരിടുന്ന പോലെ ഇത് കേരളമാണ്, ഇത് കേരളമാണെന്ന് പറയും. എന്നിട്ടോ ഇവന്മാർക്ക് ഇഷ്ടപ്പെടാത്ത, ഇവന്മാരുടെ ആ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വായിക്കാത്ത ആളുകളെയൊക്കെ ആക്രമിക്കുന്ന, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന ഈ നാളുകളിൽ ഓരോ മാധ്യമ പ്രവർത്തകനും സ്വയരക്ഷ അവനവന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. കാരണം എന്നെ ആക്രമിക്കാൻ വന്നവനെ ഞാൻ വെറുതെ വിടില്ല. സത്യമായിട്ട് പറയട്ടെ, അതിനുള്ള അടവും അതിനുള്ള സാധനമൊക്കെ അത്യാവശ്യം കരുതിയിട്ട് തന്നെ നടക്കാറ്. ഒന്നിനെയെങ്കിലും കൊണ്ടുപോകും കൂട്ടത്തിൽ. അതുകൊണ്ട് മക്കളെ, നീയൊക്കെ പല ആളുകളും ഈ വാർത്ത ഷെയർ ചെയ്യുന്ന ഈ വാർത്ത ഷാജൻ സ്കറിയയ്ക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ അടിയിലൊക്കെ ജിഹാദികളും അന്തംകമ്മികളും കൊങ്ങികളും ഒക്കെ കൊണ്ട് ചാർത്തുന്ന ഒരു ചില വാക്കുകൾ എന്തെന്നറിയാമോ? അടുത്തത് നീയാണ്, അടുത്തത് നീയാണ്. എടോ, ഒറ്റ തന്തയ്ക്ക് പിറന്ന ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ്, ചൂണ്ടിക്കാണിക്കാൻ തന്തയുള്ള ആ അഭിമാനത്തോടു കൂടി, ആ സംസ്കാരത്തോടു കൂടിയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഓലപ്പാമ്പ് 10, 4, 5 ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരാളെ ആക്രമിക്കണം എന്നുള്ള നിന്റെ ആ ഓലപ്പാമ്പുണ്ടല്ലോ, അതുകൊണ്ട് ആൺകുട്ടികളുടെ അടുത്ത് വന്നാൽ നിന്റെയൊക്കെ ചങ്ക് പിളർക്കുന്ന നരസിംഹമാവാനും ഞങ്ങൾക്കൊക്കെ കഴിയും. അതിനുള്ള ശക്തിയുമുണ്ട്, അതിനുള്ള ബലവുമുണ്ട്. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന സാർ, അദ്ദേഹം നിഷ്പക്ഷനായി തന്നെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അതല്ലെങ്കിൽ BJP കാരനാണെന്ന് എവിടെയും പറയാറില്ല. ഒരു വേള BJPക്ക് എതിരെയാണെങ്കിൽ, ഒരു വേള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും ജിഹാദികൾക്കെതിരെയും ഒക്കെ സമചിത്തതയുടെ വാർത്തകൾ, യാഥാർത്ഥ്യങ്ങൾ എത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഒരു രാഷ്ട്രീയ സംഘടനയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനിയെങ്കിലും ഷാജൻ സ്കറിയ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ദേശീയതയോട് ചേർന്ന് നിന്ന് പക്ക ദേശീയവാദിയായിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ഹിന്ദുവും പിന്തുണ നൽകും. നിങ്ങൾക്ക് ഇവിടെ ഓരോ ഹിന്ദു സംഘടനകളും പിൻബലം നൽകും. നിങ്ങൾക്ക് ഇവിടുത്തെ BJP ആയാലും RSS ആയാലും കൃത്യമായുള്ള പിൻബലം നൽകും. അല്ലാതെ അവിടെ ഇവിടെയും ചവിട്ടി നിന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്റെ ഉള്ളിൽ നിന്ന് തികട്ടി വരുന്ന കോൺഗ്രസ് രാഷ്ട്രീയം എടുക്കാൻ നോക്കിയാൽ, അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ നോക്കിയാൽ, അത് മനസ്സിലാക്കുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ പിന്തുണയ്ക്കില്ല. ഞങ്ങളുടെയൊക്കെ, എന്റെയൊക്കെ ധൈര്യം അത് തന്നെയാണ്. കാരണം ഞാൻ
വിശ്വസിക്കുന്ന ആശയം, ഞാൻ പ്രചരിപ്പിക്കുന്ന ആശയം, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയമായാലും സംഘടനയായാലും ആ സംഘടന എനിക്ക് പിൻബലമുണ്ട്, ആ സംഘടന തരുന്ന ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം എൻ്റെ അടുത്തോട്ടായിരുന്നു വന്നിരുന്നതെങ്കിൽ നീയൊന്നും ഒരെണ്ണത്തെ ഞാൻ തിരിച്ചു വിടില്ല. അതെനിക്ക് ഒറ്റ തന്ത പിറന്ന ഒറ്റയ്ക്ക് തന്തയ്ക്ക് പിറന്ന ആ ധൈര്യത്തോടെ ധിക്കാരത്തോടെ തന്നെ നിന്നോടൊക്കെ പറയേണ്ടതുണ്ട്. കാരണം ഏതോ ഒരു കോണ്ടം പൊട്ടി ഉണ്ടായ ഏതോ 3 or 4 എണ്ണം കൂടി ഈ വൃദ്ധനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെയൊക്കെ തന്തയുടെയും തന്തയുടെയും തള്ളയുടെയും ഒക്കെ സംസ്കാരം ഏതായിരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് തന്നെ അവനവന്റെ സ്വയരക്ഷ നോക്കി ഓരോ മാധ്യമ പ്രവർത്തകരും മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇന്ന് ഷാജൻസ്കറി ആണെങ്കിൽ നാളെ നമ്മളിൽ ഓരോരുത്തരും ആക്രമിക്കപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവന്റെ സ്വയരക്ഷ അത് കൊണ്ടു നടക്കുക, കയ്യിൽ കരുതുക, വെറുതെ വിടരുത്, ഒരെണ്ണത്തെങ്കിലും വെറുതെ വിടരുത്. അത്തരത്തിൽ ആ ഒരെണ്ണത്തെ കൂട്ടി പിടിച്ചേക്കണം. ചത്താലും മാൻകുട്ടിയായി സിംഹക്കുട്ടിയായിട്ട് ചാവുക. അല്ലാതെ ഇതുപോലെ എല്ലാതും കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, ഷാജൻസ്കറിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ എല്ലാം ഏറ്റുവാങ്ങി ഈ പറയുന്ന ആശുപത്രിയിലേക്ക് സ്ട്രക്ചറിൽ പോവേണ്ട രീതിയിൽ നമ്മൾ തനിയെ ആവരുത്. ഒരെണ്ണത്തെങ്കിലും അങ്ങോട്ട് കൂട്ടിയേക്കണം. അതിനുള്ള മുൻകരുതൽ എടുത്ത് നടക്കുക. കാരണം ഇത് കേരളമാണ്. ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്നവൻ ഭരിക്കുന്ന, ഗുണ്ടകളും തെമ്മാടികളും ഭരിക്കുന്ന നാടാണ്. അവരുടെ സിൽബന്ധികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള CPM-കാരായാലും DYFI ആയാലും SFI ആയാലും ഇവരെയൊക്കെ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് നമ്മൾ പോവേണ്ടതുണ്ട്. കാരണം ഇത് കേരളമാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.